السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠരെ, ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, പിഞ്ചു വിദ്യാർത്ഥിനികളെ, ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന മീലാദ് സംഗമത്തിലാണ് നാമൊക്കെ ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ സദസ്സിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനെ പറ്റിയ സന്ദർഭമല്ല. സമയബന്ധിതമായി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടുള്ളത് കൊണ്ട് തന്നെ അല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ കണ്ണിയാല നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഢമായ രൂപത്തിലാണ് ഈ 3 ദിവസത്തെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ നാടിന്റെ ഐക്യവും ഇസ്സത്തും അതുപോലെ തന്നെ നമ്മളെ ഒത്തൊരുമയുമാണ് ഇത്ര വലിയ പ്രൗഢമായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നമ്മുടെ ഉസ്താദ് ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലെ നമ്മുടെ ഓരോ സഹോദരന്മാരും പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ കടന്നു വരുന്നതിന്റെ മുമ്പീട് തന്നെ നമ്മുടെ മദ്രസ പരിസരത്ത് വന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോകൾ ഗ്രൂപ്പിലൂടെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചിട്ടില്ല, എങ്കിലും അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ടായിട്ടുണ്ട്. ആ ഒരു ഐക്യവും അതുപോലെ തന്നെ ഒത്തൊരുമയും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ നാട്ടിൽ നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് പ്രവാചകരിൽ ഉത്തമമായ, ഉദാത്തമായ, ഉത്കൃഷ്ടമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായിരിക്കുന്ന ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ ജീവിത ചരിത്രം നമ്മൾ പഠിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അത്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? നിങ്ങളുടെ വീട്ടിലൊരു വേലക്കാരിയുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരു വേലക്കാരിയുണ്ട്. ആ വേലക്കാരി നിങ്ങളുടെ വീട്ടിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, പണിയെടുക്കുന്നതിന്റെ ഇടയിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല വിലപിടിപ്പുള്ളതായ ഒരു വസ്തു ഉണ്ട്. പാത്രമാവട്ടെ, എന്തുമാവട്ടെ, വിലപിടിപ്പുള്ളതായ ഒരു വസ്തു അതെങ്ങാനും നിലത്ത് ചാടി പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വേലക്കാരനെ ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് അതിന്റെ കാരണം കൂടി പഠിപ്പിക്കുകയാണ്. ഫഇന്ന ലഹാ ആജാലൻ കആജാലിക്കും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയുസ്സിനെ, ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പ്രായം, ഒരു കണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ കണക്കും പ്രായവും ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ പാഠം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, അവിടുത്തെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ, അവിടുത്തെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്.
ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ നാം പരിശ്രമം നടത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു ദിവസം ഒരു പിതാവ് തന്റെ മകനുമായി കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, എന്റെ മകൻ നന്നായി മധുരം കഴിക്കുന്നുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു പിതാവ് കടന്നു വന്നുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ മകൻ നന്നായി മധുരം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് അവനതൊന്ന് നിർത്തിക്കിട്ടാൻ വേണ്ടി അങ്ങന്റെ മകനെ ഒന്ന് ഉപദേശിക്കണം നബിയേ. എന്റെ മകൻ നന്നായിട്ട് മധുരം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊന്ന് നിർത്തിക്കിട്ടാൻ അങ്ങൊന്ന് ഉപദേശിക്കണം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരൂ. നബി തങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരികയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നപ്പോ ആ പൊന്നുമോനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോനെ, നീ മധുരം കഴിക്കുന്നത് കുറക്കണം കേട്ടോ. ആ സമയത്ത് ആ പിതാവ് ചോദിക്കുന്നു, നബിയേ, ഈ ഒരു വാക്ക് പറയാനാണോ, ഈ ഒരു കാര്യം പറയാനാണോ അങ്ങ് ഇത്ര ദിവസം ദീർഘിപ്പിച്ചത്? അത് അന്ന് തന്നെ അങ്ങേക്ക് പറയായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നേതാവ്, മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാൻ നന്നായി മധുരം കഴിക്കുമായിരുന്നു. ആദ്യം ഞാൻ നിർത്തിയിട്ട് പിന്നീട് മോനോട് ഉപദേശിക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് ലോകത്തിതുവരെ കള്ളം പറയാത്ത സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നന്നായിട്ട് മധുരം കഴിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ നിർത്തിയിട്ട് പിന്നെ മോനെ ഉപദേശിക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ പ്രവാചകരെ സ്നേഹിക്കാൻ നാം കടപ്പെട്ടവരാണ്. ആ പ്രവാചകരോട് വല്ലാത്ത ഹുബ്ബ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇത്തിബാഇനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഹുബ്ബ്, ഇഷ്ഖ് എന്നുള്ളത്. അതുണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തിബാഇകൾ, അവിടുത്തെ ചര്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്കൊക്കെ അറിയാവുന്നതാണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഈ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല. എന്നാൽ പോലും ഖർനി എന്ന് പറഞ്ഞാൽ ചന്ത നടക്കുന്ന ഒരു സ്ഥലമാണ്. മദീനയിൽ നിന്ന് ഖർനി എന്ന പ്രദേശത്തേക്ക് ആളുകൾ വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ അവിടെ പോയിട്ട് ചോദിക്കും, എത്രേ ഹൽ മിൻ മദീന, നിങ്ങൾ മദീനയിൽ നിന്ന് വന്നവരാണോ? അതേ, ആരെങ്കിലും ഞാൻ മദീനക്കാരനാണെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുകളിൽ പോയിട്ട് ചുംബിക്കുകയാണ്. അങ്ങ് മദീന കണ്ട കണ്ണാണല്ലോ ഇത്, അതുകൊണ്ട് ആ കണ്ണിനെയെങ്കിലും ഞാൻ ചുംബിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത പ്രണയം, വല്ലാത്ത ഇഷ്ടം കാണിക്കുമായിരുന്നു മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകരെ നമ്മൾ സ്നേഹിക്കണം. അത് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.